This video is sponsored by F2 Shirts. Shirts for Generation Next. F2 Shirts. Focus on fashion. ലൈറ്റർ കാണൂല എപ്പോ കൊണ്ടുവച്ചാലും ഈ പാറ കൊടുത്തിട്ടുണ്ടാവും ഇവിടെ ഇല്ലേ? അവിടെ ഇല്ല. വിഷ്ണുവേ, വിഷ്ണു എന്തോ നേട്ടത്തി കുറച്ചേരായല്ല വിഷ്ണു വിളിച്ചോണ്ടിരിക്കുന്നു. അല്ല, ആ മുളക് മല്ലി അവിടെ ഉണക്കായിട്ടിട്ടുണ്ടായിരുന്നേ, അവരോട് നോക്കാൻ പറ്റും, നോക്കിയില്ല. അതാണ് അത് ഞാൻ എടുത്തിട്ടാ. വേണ്ട, അവൻ നോക്കിക്കോളും. വിഷ്ണു അതല്ല 2 ദിവസമായാലും ഉണക്കായിട്ട് ഇതുവരെ ഉണങ്ങി കിട്ടിയില്ലേ? വെയില് വേണ്ടേ? എത്ര ദിവസമായി നല്ല വെയില് കിട്ടിയിട്ട്? ഇന്നും കൂടെ ഉണങ്ങിയാൽ ശരിയാവില്ല മോളെ. ഇന്നത്തോണ്ട് അത് കൊണ്ട് പൊടിപ്പിക്കാൻ പറ്റും. എടാ വിഷ്ണുവേ, ചെറുക്ക എത്ര സമയമായിട്ട് തൊണ്ടവരെ വിളിക്കണ്ട, എവിടാ വികടനെ? എടാ രമോ, ആ മുളക് മല്ലി ഉണക്കായിട്ടിരുന്നുണ്ടോ നോക്കാൻ പറ്റും, നീ നോക്കിയായിരുന്നു ഇത്ര നേരമായിട്ട്? ഞാനത് ചാക്കിലിട്ടോണ്ടിരിക്കായിരുന്നു, അപ്പോഴാണ് അമ്മ വിളിച്ചത്, അതാണ് കേൾക്കാണ്ടിരുന്നത്. ചേട്ടത്തിയേ കല്യാണാര്യത്തിന് ഉത്തരവാദിത്തമൊക്കെ ഒന്ന് തുടങ്ങി. ഉത്തരവാദിത്തമൊക്കെ ഉണ്ട്, പക്ഷെ ഓർമ്മ ഉണ്ടാവില്ലെന്ന് മാത്രമേ ഉള്ളൂ കാര്യത്തിന്. അത് അങ്ങനെ ചാക്കി കെട്ടി വെച്ചാൽ മതിയാ, പൊടിപ്പിക്കണ്ടേ അത്? അതല്ല, ഞാൻ ഓട്ടോ വിളിച്ചിട്ടുണ്ടല്ലോ, ഓട്ടോ വരുമല്ലോ, നമുക്ക് കയറ്റി വെച്ചിട്ട് പോവല്ലോ. ആ, അവൻ പോയിട്ട് വരുമ്പോഴേ അരിച്ചാക്കും കൊണ്ട് എടുത്തിട്ടുണ്ട് ഒരു അരിക്കടേന്ന്. ഓക്കെ, ചിലപ്പോ പോരണം. ചിറ്റപ്പനെ എന്തിനാ വിളിക്കണം? നിനക്ക് പോയിട്ട് വന്നു ഇവിടെ. അത് കുഴപ്പമില്ല, ഞാൻ ഇവിടെ പോയിട്ട് വരാം. അമ്മ അല്ല പച്ചക്കറി മലക്കറി അല്ല പച്ചക്കറി ഒന്നും വേണ്ട, മീൻ നല്ലതുപോലെ ഉണ്ടെ വാങ്ങിച്ചോണ്ട് പോകണം. വേറെ എന്തെങ്കിലും വേണോ? ആ, മീൻ വലിയ മീനാ മേടിക്കണമെങ്കിലേ കട്ട് ചെയ്ത് മേടിച്ചിട്ട് വരും, അല്ല പിന്നെ ഇവിടെ വന്ന് കട്ട് ചെയ്യാനുള്ള സമയമൊന്നും. മാത്രം മതിയല്ല, അത് മാത്രം മതി. അഥവാ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ വിളിച്ചാൽ നല്ല മീൻ നോക്കി വാങ്ങിക്കണേ. വാങ്ങിക്കാം, ഞാൻ പോണത്. എടാ എടാ എടാ, അവിടെ നില്ലേ, പോയിട്ട് പെട്ടെന്ന് വരണം. ആ കല്യാൺ സെൽസിൽ പോയി ഡ്രസ് എടുക്കേണ്ടതാ. അതിന്റെ സന്തോഷം നോക്ക്. ബന്ധുക്കൾക്കൊക്കെ അമ്മ കല്യാണിന്ന് എടുക്കാന്ന് വെച്ച്. ആണോ? സത്യം പറഞ്ഞാൽ ഈ കല്യാണം എടുക്കുമ്പോ മനസ്സിന് ഭയങ്കര ഒരു വിഷമം. അതെന്താ മോളെ? അല്ല ലച്ചുവേ, നമ്മളടുത്തുനിന്ന് വേറൊരു വീട്ടിലേക്ക് പോവല്ലേ അമ്മ. ഒത്തിരി ദൂരമൊന്നുമില്ല, അവൾ അങ്കമാലി വരെയല്ലേ പോകുന്നുള്ളൂ. എന്നാലും നമ്മളെ കൂടെയുള്ള കുട്ടി പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ വേറൊരു വീട്ടിൽ പോയിട്ട് കുഴപ്പമില്ല, പിന്നെ അവൾ ഇവിടെ പഠിക്കണോണ്ട് ഇവിടെ നിക്കാം അല്ലേ? അവരോടൊന്ന് പറഞ്ഞു നോക്ക്. പക്ഷെ കണ്ടിട്ട് നല്ല ആൾക്കാരാന്നാ തോന്നുന്നത് അവര്. അവിടെ ഒരു പെങ്കൊച്ചുള്ളതല്ലേ, അപ്പൊ അതുകൊണ്ട് അവളോട് സ്നേഹമൊക്കെ ഉണ്ടാവും അല്ലേ അമ്മ? പിന്നെ ലച്ചു അവന്റെ അടുത്ത് പറഞ്ഞെന്ന് പറഞ്ഞ്, സിദ്ധുവിന്റെ അടുത്ത് പറഞ്ഞെന്ന് പറഞ്ഞ്, ഇവിടെ പഠിക്കണോണ്ട് ഇവിടെ നിക്കാൻ പറ്റുമെന്നൊക്കെ ചോദിച്ചെന്ന് പറഞ്ഞേ. അവനെന്ത് പറഞ്ഞു? അവൻ വീട്ടിൽ ചോദിച്ചിട്ട് പറയുമായിരിക്കും ചിലപ്പോ. അതായിരിക്കും. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നിക്കട്ടെ. ഇതെന്താ മോരിനകത്തിടാനാ? മോരുകറി വെക്കാം നമുക്ക്. ഇല്ല, അത് തോരൻ വെക്കാം, നല്ലതാ. ഇത് വെക്കാവോ? ഞാൻ കുമ്പളങ്ങയാണെന്നും പറഞ്ഞെടുത്ത ചൊരക്കായ തോരൻ വെക്കാ. എന്നാ ശരി, തോരൻ വെക്കാം. വാ വാ. ഇതേ ടൈപ്പ് പോലെ. അല്ല, ഇവിടെ പുറത്തെ കോംബോ ഓഫർ വെച്ചിട്ടുണ്ടത് 3 പീസ് ഷർട്ടുകൾ, ജീൻസ്, ടീഷർട്ട് 790 സ്റ്റാർട്ടിങ് വരും. 799 ഒരു ഷർട്ടിനാ? അല്ല, 3 ഷർട്ടിന് 799 അല്ലേ? അതാണ് കോംബോ. അപ്പൊ നമ്മുടെ അവന്റെ അളവിന് ഒരു 4 ജീൻസും ഒരേ കളർ ടീഷർട്ടും മതി. ഒരേ കളർ അപ്പോഴും നോക്കാം. അപ്പോഴത്തേക്ക് താഴെ ഇതെടുത്തേക്കാം. ക്ലിപ്പച്ച് വേണോ? ഇവിടെ ഡെലിവറി എന്റെ പൊന്നെണ്ണ, ഡെലിവറി നമ്മൾ പൈസ അടച്ചില്ലേ, ഇവിടെ വന്ന് സാധനം തരും. അല്ല, നിങ്ങൾ ഉദ്ദേശിച്ച ഡെലിവറി അല്ല. പഠിക്കാൻ വിട്ടാ പഠിക്കാൻ വേണം, മാങ്ങറിയാൻ പോകുന്നു. ഷോപ്പിംഗ് അനുഭവം ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. ഇനിയും വരണം, തിരിച്ചു വരണം. ഇത് പടവല തീർച്ചയായിട്ടും. അല്ല, ഇവിടുന്ന് അയ്യോ അത്താണി വിളിക്കുന്നു ചെറുക്കൻ്റെ വീട്ടിൽ. ഹലോ 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 ആ വന്നാ? ശരി 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 ശരി. അവൻ വന്നെന്ന്. ഈ ചെറുക്കൻ പഞ്ചെത്തും ഇപ്പൊ വിളിച്ചിരുന്നു. ഇപ്പൊ എന്ത് ചെയ്യും? ചെറുക്കൻ എന്ത് കൊടുക്കും? കഴിക്കാൻ എന്ത് കൊടുക്കും? സുരേന്ദ്ര, നീ പോടാ, കാറെടുത്ത് മാറ്റി ഇടാ. കവർ ഉണ്ടടാ, കവറെടുത്ത് കാറടക്കല്ലേ? പോ, കാറെടുത്ത് കവർ അടക്കണ. ഞാനും പോയി ഹെൽപ്പ് ചെയ്യാം. ആ, പറഞ്ഞ പോലെ കവറല്ല അതിനകത്ത് ഇരിക്കാണല്ലോ അല്ലേ? ഇങ്ങോട്ട് എടുത്തില്ലല്ലോ അല്ലേ? കൊച്ചിനെ വിളിച്ച് റെഡിയാക്കി നിർത്തണേ. പൊടി
ആ ലച്ചുനോട് ഞാൻ അണ്ണാ ഒരു കാര്യം പറയാം, ഈ കല്യാണത്തോട് കൂടി ഞാൻ ഇല്ല, ഞാൻ തീരും. അടുത്ത കാലത്ത് ഞാൻ കാണൂല. നോക്കിക്കാ, പോ അങ്ങോട്ട്. പോ, ചെറുക്കൻ പറ, പോ, പോ, പോ. പെട്ടെന്ന് റെഡിയാവും പെട്ടെന്ന് അത് തട്ടായിരുന്നു നീ. അളിയേ അച്ഛോ അച്ഛോ അളിയൻ വന്ന് അമ്മ അമ്മ ഓടിയാ ഹലോ. ഹലോ. അല്ല, സിദ്ധാർത്ഥ് 2 ദിവസം കഴിഞ്ഞേ വരുള്ളൂ. ഞാൻ സിദ്ധാർത്ഥിന്റെ കൂട്ടുകാരൻ. അറിയാം, പക്ഷെ സിദ്ധാർത്ഥ് എവിടെ പോയി? അല്ല, സിദ്ധാർത്ഥ ഞാൻ പറഞ്ഞ ലീവ് കിട്ടിയില്ല. ലീവ് കിട്ടി. ഞാൻ അക്കർ. അക്കർ. ഇതെന്താ? ഇത് ലച്ചുവിനെ കൊടുത്തിട്ടൊരു ഗിഫ്റ്റാണ് സിദ്ധാർത്ഥ്. അതിന് വരാൻ പറ്റാത്തതുകൊണ്ട്. Yes. അപ്പൊ ലച്ചു അവിടെ കൊടുക്കാൻ വേണ്ടി വന്നതാണ്. മോനെ പേര്? അക്കർ. 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 അല്ല അതിന് പോയ ക്രിക്കറ്റ് കളിക്കാരന്റെ പേരില്ലേ? അത് അക്തർ അല്ലേ, ഷുഹൈബ് അക്തർ. ഇത് അക്കർ. ഇത് അക്കർ. മോളെ ലച്ചു. 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 കല്യാണം. ലച്ചു. മോളെ ലച്ചു. വാ, ഓടി വാ. വാ. അതെ, കല്യാണ പയ്യന് നിന്നെ കാണാൻ വരാൻ പറ്റിയില്ല, അതുകൊണ്ട് കൂട്ടുകാരൻ ഗിഫ്റ്റ് കൊടുത്ത് അയച്ചിരിക്കുകയാണ്. അക്കർ. ഹാപ്പി മാരീഡ് ലൈഫ്. അല്ല, ഇപ്പോഴേ ആശംസകൾ പറഞ്ഞ കല്യാണത്തിന് വരുന്നില്ലേ? ഇല്ല, ഞാൻ കുറച്ച് തിരക്കുകളിലാണ്. കാര്യം വലിയ പെരുന്നാള് ആയിട്ട് കുറച്ച് തിരക്കുകളിലാണ് ഞാൻ. മോനെ, ഡിസംബറിൽ അങ്ങനെ വലിയ പെരുന്നാൾ? ഇപ്പൊ ക്രിസ്മസ് അല്ലേ? അല്ല, ഇത്തവണ ക്രിസ്മസിന് വലിയ പെരുന്നാളാണ്. അല്ല, എന്റെ അറിവിലില്ല ഇങ്ങനെ ക്രിസ്മസിന് പെരുന്നാൾ വരുന്നതും പെരുന്നാൾ ക്രിസ്മസ് വരുന്നതും. പക്ഷെ വരാം അല്ലേ? ആവാം. മോനെ എന്തോ ജോലി എന്താ? ഞാൻ ഡാൻസറാണോ? ഡാൻസറാണോ? ഞങ്ങളുടെ ചേട്ടൻ ഡാൻസറാ. അവനെ കൊണ്ട് അടകളക്കകത്ത് കളിക്കാനേ പറ്റും, പുറത്തുകൊണ്ട് കളിപ്പിക്കാൻ കൊള്ളൂല. ശങ്കരപ്പൂപ്പ എന്ത് ഡാൻസിനെ കുറിച്ച് കുറ്റം പറയാണ്? ബ്രോ, എന്താണ് ഐറ്റം? എന്താണ് ഏത് ഐറ്റം എടുക്കും? ഓ, ഏത് ഐറ്റം എടുക്കും? അപ്പോ ഒന്നിനെ കുറിച്ച് കൃത്യമായ ഒരു ഗ്രാഹ്യം ഇല്ലെന്ന് സാരം. സഹോദര, എല്ലാത്തിൽ നിന്നും കുറച്ച് പഠിച്ച കാര്യമില്ല. സമ്പൂർണ്ണ അറിവാണ് പ്രധാനം. കൊള്ളാം. എവിടെയാ? എന്താ അതിന്റെ ഭാഷയിൽ വ്യത്യാസം? അച്ഛന്റെ ഭാഷ കാര്യാക്കണ്ട. നിന്നേക്കാൾ നന്നായിട്ട് മോൻ ഡാൻസ് കളിക്കൂടാ. ഇങ്ങനെ അവൻ ഡാൻസ് കളിച്ചാണ് ക്രിസ്മസിനെ വലിയ പെരുന്നാളാക്കിയത്. അയ്യോ അങ്കളെ, ഞാൻ ക്രിസ്മസിന് എന്റെ വലിയ പെരുന്നാളിന് സിനിമയാണ് ഇറങ്ങണത്. വലിയ പെരുന്നാൾ സിനിമയാണ്? ആരാണ് നായകൻ? ഷൈനികം. എല്ലാം കൂടെ കൺഫ്യൂഷൻ. നിന്റെ ഡൗട്ടൊക്കെ മാറിയോ? കൺഫ്യൂഷൻ ഒക്കെ മാറിയാ? എനിക്ക് കൺഫ്യൂഷനും ഡൗട്ടൊന്നും ഇല്ലല്ലോ. ഈ വലിയ പെരുന്നാൾ എന്നുള്ള സിനിമ ഉണ്ടല്ലോ, ക്രിസ്മസിന് റിലീസ് ആണെന്നും വലിയ പെരുന്നാൾ സിനിമയാണെന്നൊക്കെ എനിക്ക് നേരത്തെ അറിയാം. ഞാൻ പത്രം വായിക്കുമല്ലോ നിങ്ങൾ. എന്നാ അങ്കളെ ഞാൻ ഇറങ്ങട്ടെ. എന്തായാലും വലിയ പെരുന്നാളായിട്ട് കുറച്ച് ഞാൻ പറഞ്ഞില്ലേ, കുറെ സ്ഥലങ്ങൾ പോകാനുണ്ട്. ഒരുപാട് സ്ഥലങ്ങൾ പോകാനുണ്ട്. അപ്പൊ ലച്ചു, കല്യാണത്തിന് വരാൻ കഴിഞ്ഞില്ലല്ലോ, എന്റെ എല്ലാവിധ ആശംസകളും അറിയിക്കും. അല്ല മോനെ, അതെ, ഈ ഒരുപാട് നാളൊരു ഇവൻ നമ്മളെ മുമ്പ് കിടന്ന് ജാറടിക്കുക വലിയ ഡാൻസർ എന്ന് പറഞ്ഞു. മോൻ നന്നായി ഡാൻസ് കളിക്കുമല്ലോ, നിങ്ങൾ തമ്മിലൊരു മത്സരം. അത് വേണം. നിങ്ങൾ മത്സരം നടത്തിയേ പറ്റൂ. ഓക്കെ, ഫ്രണ്ട്ലി മാച്ച്. ഫ്രണ്ട്ലി വെച്ച് വേണ്ട. ഈ തോക്കണവർ എപ്പോഴും നന്നായിട്ട് മത്സരിക്കാൻ. മത്സരം വേണ്ട നമുക്ക്. ഒറ്റയ്ക്കാണ്. എന്നൊരു കാര്യം ചെയ്യാം, ഞാനൊരു ടീമിനും കൂടി വിളിക്കാം. എന്റെ ടീം ജെറി. അപ്പൊ തോക്കുമ്പോ ടീമിന്റെ തലയ്ക്ക് നോക്കിയല്ലോ. അതല്ല നീ വിളിച്ചിട്ട് എന്നാ അങ്കളെ ഞാൻ ഇറങ്ങട്ടെ. അല്ല മോനെ, നന്നായിട്ടും ആരും മുടി വെട്ടിയത്? ഞാൻ തന്നെ വെട്ടിയാണ് അങ്കള്. ഇപ്പൊ പെട്ടുപോയി, ആകെ പെട്ടിടക്കണേ. ഇപ്പൊ മൊത്തം പ്രശ്നമാണ് ഇവിടെ. ഡാൻസ് ട്രൂപ്പിൽ ഇപ്പൊ വലിയൊരു പ്രശ്നം നടന്നുകൊണ്ടിരിക്കുകയാണ്. നിനക്ക് മുടി വെട്ടിയതിന് പ്രശ്നം? ദൈവത്തെ മുടി വെട്ടാത്തതിനാണ് ഇവിടെ പ്രശ്നം. കണ്ടുപിടിക്കണം, അത് നന്നായിട്ട് വെട്ടിയതിനും പ്രശ്നം. ഇതാര് പ്രശ്നം? എന്താ പറയാനത്? മുടി വെട്ടിട്ടാ പ്രശ്നം വേണ്ട. മുടി വെട്ടാ ഡാൻസ് നോക്കാം. എന്നാ ഒരു ഡാൻസ് കളിച്ച് നമുക്ക് പിരിയാലേ?
ശരി ഓക്കെ പെരുന്നാൾ വലിയ പെരുന്നാൾ നമ്മളെല്ലാം വരും കേട്ടോ. വലിയ പെരുന്നാൾ നിങ്ങളെല്ലാരും വന്നെ. ഹൗസ് പ്ലാനിങ് വേറെ ഒന്നുകൊണ്ടല്ല, അങ്ങനത്തേക്ക് 5 എല്ലാം ഫുൾ ഫാമിലി. ഓക്കെ നമുക്ക് ഡാൻസ് Come on. Full power. ഫുൾ ഓൺ കണ്ടത്. Sponsored by F2 Shirts. Shirts for Generation Next. F2 Shirts. Focus on fashion.